ഇന്ന് ഇരുട്ടി നേരം വെളുത്താലും തീരില്ല. കാരണം 2020 എന്ന പാർട്ടിയുടെ ശുദ്ധ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നതാണ്. അതിലെനിക്ക് ഒരു വിഷമമില്ല, ഏറെ അഭിമാനമുള്ളൂ. നമ്മൾ ഇപ്പം ഐക്യർനാട് പഞ്ചായത്തിൽ തനത് ഫണ്ട് ഇത്ര കോടി രൂപയുണ്ടെന്ന് നമ്മളെല്ലാവരും പത്രങ്ങളിലൂടെ നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് 2024-25 വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സാബു ജേക്കബിൻ്റെ വീട്ടിൽ മീറ്റിംഗ് കൂടും. അപ്പോൾ എല്ലാ പദ്ധതിയും ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ എല്ലാ 4 പഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഈ 3 പേര് വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐക്യർനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഡീന ദീപക് സാബു ജേക്കബിനോട് പറഞ്ഞു, ഞങ്ങളുടെ പഞ്ചായത്തിൽ 4.5 കോടി രൂപ തനത് ഫണ്ട് ബാക്കിയുണ്ട്, അപ്പം അതുകൊണ്ട് കുറച്ച് പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന്. അപ്പോൾ സാബു ജേക്കബ് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, പറ്റില്ല, ആ ഫണ്ടിൽ ആ പൈസയിൽ 1 രൂപ ഇനി എടുത്ത് ചെലവഴിക്കാൻ പറ്റില്ല. കാരണം ഇനി 1 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ പോരുമ്പോൾ നമുക്ക് ബാലൻസ് ഇത്ര കോടി രൂപ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന്. ഈ ബാക്കി തുക അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ഈ 2024-25 വാർഷിക പദ്ധതിയിൽ ആ തുകയെടുത്ത് നമ്മൾ ചെലവഴിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ ഓരോ മെറ്റീരിയലിൻ്റെ വിലയായിരിക്കില്ല ഇന്ന് നമ്മൾ ഓരോ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ. അപ്പോൾ ആ നഷ്ടം ശരിക്കും ആ പഞ്ചായത്തിലെ ജനങ്ങൾക്കാണ്. ഇപ്പം MLA പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഐക്യർനാടിൽ 14 വാർഡും 2020 നേടിയതാണ്. അപ്പോൾ അവിടെ ഒരു പ്രതിപക്ഷമില്ല. അപ്പോൾ അവിടെ നടന്ന പല കാര്യങ്ങളും പുറത്തേക്ക് അറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു കാണില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ കുന്നത്തനാട് പഞ്ചായത്തിൽ 7 പ്രതിപക്ഷ മെമ്പർമാരുണ്ടായിരുന്നു. അവിടെ എല്ലാ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ സാബു ജേക്കബിൻ്റെ ബിനാമികളാണ് അവിടെ ഏറ്റെടുക്കുന്നത്. ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങൾക്കറിയാം, ഈ പഞ്ചായത്തിലും സിഗ്മ പ്ലസ് എന്ന കമ്പനിയായിരിക്കും ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് AMA ആയിരിക്കും. പിന്നെ റോഡ് ടാർ ചെയ്യുന്നത് വിജയ് കൺസ്ട്രക്ഷൻ. പിന്നെ സ്കൂളുകളിലേക്കും നമ്മളെ പഠനോപകരണങ്ങൾ അതെല്ലാം ഫർണിച്ചറുകൾ വാങ്ങുന്നതൊക്കെ വെളനാടൻ എന്ന ഒരു ഏജൻസിയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ 4 പഞ്ചായത്തിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര കോടി രൂപയുടെ പ്രൊജക്റ്റുകളാണ് ഇങ്ങേരുടെ താല്പര്യാർത്ഥം ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഒരു സർക്കാർ ഓഫീസിലൊരു ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏറ്റവും കുറഞ്ഞ ടെൻഡറാണ് നമ്മൾക്ക് അംഗീകരിക്കേണ്ടത്. പക്ഷേ ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ ടെൻഡർ അംഗീകരിച്ചു കൊടുക്കും. എന്നിട്ട് ആ പദ്ധതി ആ കൂടിയ തുകയ്ക്കായിരിക്കും. ഇപ്പം നമ്മുടെ കുന്നത്തനാട് പഞ്ചായത്തിൽ ഞാൻ പോരുന്ന ആ വർഷത്തിൽ 2024-25 ബയോബിൻ വെച്ചിരുന്നു ഒരു 36.5 ലക്ഷം രൂപയുടെ. അതിൽ സാബു നിർദ്ദേശിച്ച ആൾ 3-ാം സ്ഥാനത്താണ് വന്നിരുന്നത്. പക്ഷേ ഭൂരിപക്ഷ തീരുമാനപ്രകാരം പുള്ളി പറഞ്ഞിട്ട് ആ ടെൻഡർ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട്, അതായത് ടെൻഡർ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വന്നത് സെക്രട്ടറി അതിനകത്ത് നോട്ട് എഴുതി. കാരണം ഈ 3-ാം സ്ഥാനത്തുള്ള ആളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സെക്രട്ടറിയും VOയും നോട്ട് എഴുതിയതുകൊണ്ട് ആ ടെൻഡർ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും റീടെൻഡർ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും റീടെൻഡർ ചെയ്തിട്ട് ആ ആൾക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ആൾക്ക് ഏകദേശം 1-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും വന്ന ആൾ 1000 ചില്ലാൻ രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അധികം ആ തുക നമ്മൾ ഈ സാബു നിർദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്ര ബയോബിന്നുകളാണ് നമുക്ക് ആ പഞ്ചായത്തിന് നഷ്ടമായത്, അല്ലെങ്കിൽ എത്ര ആനുകൂല്യമാണ് സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടതെന്ന് ചിന്തിക്കണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2020 എല്ലാ മെമ്പർമാരും 2020 ആളുകൾക്കാണ് ആനുകൂല്യം കൊടുത്ത് കണ്ടു കാണുള്ളൂ. പക്ഷേ നിങ്ങളാരും വിഷമിക്കേണ്ട, അവരത്തെ പറ്റിക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ 2024-25 കുന്നത്തനാട്ടിൽ നടന്ന കാര്യങ്ങൾ ഐക്യർനാട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ പ്രസിഡന്റ് സ്ഥാനത്തില്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ 25-26 പോത്തുകുട്ടി വിതരണം നടത്തി. അതിൽ ഭൂരിഭാഗം 2020-കാരുടെ ആനുകൂല്യം അവരുടെ ആളുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്കറിയില്ല ഈ പഞ്ചായത്തിൽ അങ്ങനെയായിരുന്നു. അപ്പം നമുക്കൊരു മാർഗരേഖയുണ്ട്, ഇത്ര മാസം പ്രായമായ പോത്തുകുട്ടി. അപ്പോൾ അതിന് 7500 രൂപ വില വരുന്നു. പക്ഷേ ഈ വർഷം കൊടുത്തത് 15000 രൂപയാണ്. ശരിക്കും അവർ ആ ഗുണഭോക്താക്കളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇരട്ടി പൈസ കൊടുത്തത് ഈ 4 പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തിഗത ആനുകൂല്യം കൊടുക്കുന്നതിന് ഇപ്പം പല വർഷത്തേക്കാണെങ്കിലും അങ്ങനെ ഒരു ഏജൻസി കണ്ടുപിടിച്ചു
അങ്ങോട്ട് കൈമാറും. അപ്പോൾ എത്ര രൂപ സാബുവും ജേക്കബിലേക്കാണ് ആ കമ്മീഷൻ പോകുന്നത്? ഇതൊന്നും ആരും തിരിച്ചറിയുന്നില്ല. കാരണം എനിക്ക് ആനുകൂല്യം കിട്ടി, ഞാൻ പിന്നെ എന്തിനാ മറ്റുള്ള ഭാരിച്ച കാര്യം അന്വേഷിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അറിയണം. അപ്പോൾ ഇവിടെ പ്രതിപക്ഷമില്ലാത്തതുകൊണ്ട് തുറന്നടിക്കാൻ അധികം ആളുകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ പറ്റുകയാണില്ല. അപ്പോൾ ഈ 15,000 രൂപയിൽ 7,500 രൂപ ഗുണഭോക്തൃ വിഹിതവും 7,500 പഞ്ചായത്തിൻ്റെയാണ്. അപ്പോൾ ശരിക്കും അവർ ആ 20-കാരെ പറ്റിക്കുകയാണ് ചെയ്തത്. ഈ 7,000 അവർക്ക് നമ്മൾ ഈ തമിഴ്നാട്ടിൽ പോയാൽ 3,000 രൂപ മുതൽ പോത്തുകുട്ടിയെ കിട്ടും. അപ്പോൾ ആ വിലയ്ക്ക് ഇവർ ബൾക്കായിട്ട് 4 പഞ്ചായത്തിലേക്ക് മേടിച്ചിട്ട് സാബുവും ജേക്കബും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ കാർഡ്, ഈ ഭക്ഷ്യസുരക്ഷയിൽ മാർക്കറ്റിൽ സാധനം മേടിച്ചവർക്കറിയാം, ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാൻ കഴിയില്ല, കാരണം നിങ്ങൾക്കൊന്നും കാർഡ് കിട്ടിക്കാണില്ല. അപ്പോൾ അവിടെ അവർ ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,500 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ നമ്മൾ സാറയുടെ പ്രോഡക്റ്റ്, അതായത് കിറ്റക്സിൻ്റെ തന്നെയാണ്, ചാക്സൺ അന്ന അതല്ല. അപ്പോൾ ആ സാറാസിൻ്റെ കറി പൗഡറുകളും പൊടികളും, ഈ പുട്ടുപൊടി അങ്ങനെയുള്ളത്. അപ്പോൾ അവർ അതിനകത്തൊരു ബിസിനസ് തന്ത്രമാണ്. കാരണം വേറെ പൊടികളില്ല, വേറെ ഓപ്ഷനില്ല നമുക്ക് എടുക്കാൻ. അപ്പോൾ അവരുടെ ആ ഉൽപ്പന്നം അവർക്ക് വേറെ ആർക്കും ലാഭം കൊടുക്കേണ്ട, ജോലിക്കാരെ നിർത്തണ്ട, നേരെ ഈ സ്റ്റാളിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഈ നമ്മൾ 20-കാർ പോയി കാർഡ് കൊടുത്ത് പൈസ കൊടുത്ത് മേടിക്കും. അപ്പോൾ ഓരെണ്ണം എടുക്കുമ്പോൾ ഓരെണ്ണം ഫ്രീ എന്ന്. അവർക്ക് ആ ഫ്രീക്ക് കൊടുത്താലും കുഴപ്പമില്ല ഓരെണ്ണം എടുക്കുമ്പോൾ, കാരണം അവർക്ക് അവിടെ മുതൽ മുടക്ക് കുറവാണ്, അവരവിടെ തൊഴിലാളികൾ കുറവാണ്, ഇത് വിതരണത്തിന് മാർക്കറ്റിങ്ങിന് അവർക്ക് ആളെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ജനങ്ങൾ ഈ കാർഡ് കിട്ടി, ഇപ്പോൾ ശരിക്കും പറയും അടിമക്കാർഡാണ്. അപ്പോൾ അവരാരും ഇത് തിരിച്ചറിയുന്നില്ല. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പം ജില്ലാ സ്ഥാനാർത്ഥി കൊണ്ട് പല പഞ്ചായത്തുകളിലും പോയി. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് ഈ തവണ 2020 നന്നായി വിയർക്കും, അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ഒരു ജനപങ്കാളിത്തം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 2020 14 നേടിയെങ്കിൽ ഈ 2025 ഡിസംബറിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ, LDF സ്ഥാനാർത്ഥികൾ 16 നേടുമെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. എല്ലാവരും കൈമെയ് മറന്ന് പ്രവർത്തിക്കണം. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കണം. കാരണം നമ്മൾ നിസ്സാര വോട്ടിനല്ല ജയിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും അതിന് സഹകരിച്ച് ഇവരുടെ കൂടെ പ്രവർത്തനത്തിന് ഇറങ്ങണം. ആ ഒരു എന്താണ് ഈ പഞ്ചായത്തിൽ ഇത്ര നാൾ നടന്നതെന്ന് ഇനി ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് ചെന്നിട്ട് വേണം നമുക്കറിയാൻ. ഇത്ര ഓഡിറ്റിങ്ങിലൊക്കെ ഒബ്ജക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇനി പുറത്തറിയണമെങ്കിൽ വേറൊരാൾ കയറി, മറ്റേ 14 പേരും അവർ തന്നെയാണ്. അപ്പോൾ ഒന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷെ അതൊന്നും ഈ വേദിയിൽ എനിക്ക് പറയാൻ സമയമില്ല. എല്ലാവരും തിരക്കിലാണ്. നമുക്കത് ഒരുപാട് എല്ലാവർക്കും അറിയാം. ഈ തവണ എന്തായാലും ഒരു മാറ്റം സംഭവിക്കും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കെല്ലാം വമ്പിച്ച വിജയം ഉണ്ടാകട്ടെ എന്നും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.